ക്രിയേറ്റിംഗ് ക്ലാസ്സസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് യഥാർത്ഥ ലോകത്തിലെ ക്ലാസ്, ജാവയിലെ ക്ലാസ്, ഒരു ജാവ ക്ലാസിന്റെ രൂപം, ഒരു ജാവ ക്ലാസിന്റെ ഘടന, ജാവ ക്ലാസിന് ഒരു ലളിതമായ ഉദാഹരണം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു വേർഷൻ 11.10, JDK 1.6, എക്ലിപ്സ് 3.7.0. ഈ ട്യൂട്ടോറിയലിനായി ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എക്ലിപ്സിൽ എഴുതുവാനും റൺ ചെയ്യുവാനും കമ്പൈൽ ചെയ്യുവാനും അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മുടെ യഥാർത്ഥ ലോകത്തിൽ എന്താണ് ക്ലാസ് എന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതെല്ലാം ഒബ്ജക്റ്റ്സ് ആണ്. ഓരോ ഒബ്ജക്ട്സിനെയും ചില പ്രത്യേക ഗ്രൂപ്പുകളിൽ തരംതിരിക്കാൻ കഴിയുന്നു. അത്തരം ഗ്രൂപ്പിനെ ക്ലാസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് മനുഷ്യർ എന്നത് ഒരു ക്ലാസ് ആണ്. നമ്മൾ എല്ലാവരും ആ ക്ലാസ്സിലെ വിവിധ ഒബ്ജക്ട്സ് ആണ്. കണ്ണുകൾ, കയ്യുകൾ, കാലുകൾ എന്നിവ മനുഷ്യർ എന്ന ക്ലാസ്സിലെ പൊതുവായ ഗുണങ്ങൾ ആണെന്ന് മനസ്സിലാക്കാം. കാണുക, കഴിക്കുക, നടക്കുക എന്നിവ ആ ക്ലാസ്സിലെ പൊതുവായ പ്രവർത്തനങ്ങൾ ആണെന്നും മനസ്സിലാക്കാം. ഇപ്പോൾ ജാവയിലെ ക്ലാസ് എന്താണെന്ന് നോക്കാം. ഓരോ ഒബ്ജക്ട്സും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ക്ലാസ്. ജാവ ക്ലാസിന്റെ രൂപം. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് ഇവയാണ്: വേരിയബിൾസ് എന്ന ഒരു കൂട്ടം ഗുണങ്ങൾ, മെത്തഡ്സ് എന്ന ഒരു കൂട്ടം പ്രവർത്തികൾ. ക്ലാസ്സസ് ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ഘടന നോക്കാം. മോഡിഫയർ, ക്ലാസ്, ക്ലാസ് നെയിം, കർലി ബ്രാക്കറ്റിനുള്ളിൽ വേരിയബിൾ, കൺസ്ട്രക്ടർ, മെത്തോട് ഡിക്ലറേഷൻസ് എന്നിവ. തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഇപ്പോൾ എക്ലിപ്സ് ഉപയോഗിച്ച് ലളിതമായ ഒരു ക്ലാസ് സൃഷ്ടിക്കാം. എക്ലിപ്സ് ഇവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സൃഷ്ടിക്കാം. ഫയൽ, ന്യൂ, ജാവ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് വിസാർഡിൽ പ്രൊജക്റ്റ് നെയിം ക്ലാസ് ഡെമോ. ഇതിൽ Cയും Dയും വലിയ അക്ഷരങ്ങളോട് കൂടി എന്റർ ചെയ്യുക. എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റ് ക്ലാസ് ഡെമോ സൃഷ്ടിക്കപ്പെട്ടത് കാണാം. നമുക്ക് സ്റ്റുഡന്റ് എന്ന് പേരുള്ള ഒരു ജാവ ക്ലാസ് സൃഷ്ടിക്കാം. ക്ലാസ് ഡെമോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. ന്യൂ ജാവ ക്ലാസ് വിസാർഡിൽ നെയിം സ്റ്റുഡന്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ മോഡിഫയർ പബ്ലിക് ആണെന്ന് കാണാം. അത് സൂചിപ്പിക്കുന്നത് ഈ ക്ലാസ് മറ്റെല്ലാ ക്ലാസുകളിലും കാണാൻ കഴിയുന്നു എന്നാണ്. ഡിഫോൾട്ട് കണ്ടീഷൻ അനുസരിച്ച് ഒരു ക്ലാസ്സിന് മോഡിഫയർ ഇല്ല. അങ്ങനെയെങ്കിൽ ആ ക്ലാസ്സിനെ അതിന്റെ പാക്കേജിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പാക്കേജസിനെ കുറിച്ച് തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ പഠിക്കാം. ഇവിടെ ഞാൻ പബ്ലിക് തിരഞ്ഞെടുക്കുന്നു. മെത്തോട് സ്റ്റബ്സിൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡന്റ് എന്ന ക്ലാസ് സൃഷ്ടിക്കപ്പെട്ടത് കാണാം. ഈ കമന്റുകൾ നീക്കം ചെയ്യുന്നു. സ്റ്റുഡന്റ് ക്ലാസ്സിൽ നെയിം, റോൾ നമ്പർ, മാർക്സ് തുടങ്ങിയ ഗുണങ്ങൾ ഉണ്ടാകാം. അതിനാൽ സ്റ്റുഡന്റ് ക്ലാസ്സിനുള്ളിൽ റോൾ നമ്പർ, നെയിം എന്നീ രണ്ട് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുക int roll underscore number semicolon. string name semicolon. രണ്ട് വേരിയബിളുകളും ഡിക്ലെയർ ചെയ്തു. ഒരു ക്ലാസ്സിൽ മെത്തേഡ്സും ഉണ്ടാകുന്നു. സ്റ്റുഡന്റ് ഡീറ്റെയിൽ എന്ന് പേരുള്ള ഒരു മെത്തോട് സൃഷ്ടിക്കാം. ഈ മെത്തോട് ഓരോ സ്റ്റുഡന്റിനെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ടൈപ്പ് ചെയ്യുക void student detail എന്നിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബ്രാക്കറ്റുകൾ കർലി ബ്രാക്കറ്റ് തുറക്കുക. ഈ മെത്തോട് സ്റ്റുഡന്റിന്റെ റോൾ നമ്പറും പേരും നൽകുന്നു. ടൈപ്പ് ചെയ്യുക system.out.println ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ
the roll number is എന്നിട്ട് plus roll underscore number semicolon. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ the name is എന്നിട്ട് പ്ലസ് നെയിം സെമിക്കോളൻ. മെയിൻ മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡബിൾ quotesൽ we have created a class with 2 variables and 1 method. അങ്ങനെ നമ്മൾ സ്റ്റുഡന്റ് എന്ന ക്ലാസ് സൃഷ്ടിച്ചു. Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. Ctrl F11 ഒരുമിച്ച് പ്രസ് ചെയ്ത് പ്രോഗ്രാം റൺ ചെയ്യുക. ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിക്കുന്നു. നമ്മൾ മെയിൻ മെത്തോഡിൽ ടൈപ്പ് ചെയ്തതുപോലെ we have created a class with 2 variables and 1 method. അതിനാൽ നമ്മൾ ഒരു ക്ലാസ് വിജയകരമായി സൃഷ്ടിച്ചു എന്ന് കരുതാം. ഇവിടെ പഠിച്ചത് ജാവയിലെ ക്ലാസ്സിനെ കുറിച്ച്, ജാവയിൽ ക്ലാസ് സൃഷ്ടിക്കുന്നത്, ഒരു അസൈൻമെന്റ് emp_number emp_name എന്ന വേരിയബിളുകളും ഒരു ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ കാണിക്കുന്ന പ്രിന്റ് എംപ്ലോയി എന്ന മെത്തോഡും ഉൾക്കൊള്ളുന്ന എംപ്ലോയി എന്ന ക്ലാസ് സൃഷ്ടിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.